സെന്റ് തോമസ് ധ്യാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന വചനസന്ധിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നെനഹാ പെരുന്നാളിന് ശേഷം 5ാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ 3 നോമ്പിന് തൊട്ട് മുമ്പ് വരുന്ന ഞായറാഴ്ച കൂടിയാണ് ഇന്ന്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ്. 8 വാക്യങ്ങളിലായി വളരെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത്. ഒന്നാമത്, നമ്മുടെ കർത്താവ് രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിന്റെ മരുഭൂമിയിലുണ്ടായ പരീക്ഷ. രണ്ടാമതായി, യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. മൂന്നാമതായി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിവരണമാണ് ഈ വേദഭാഗത്ത് നാം മനസ്സിലാക്കുന്നത്. ഈ വേദഭാഗത്ത് കേവലം 2 വാക്യങ്ങളിലായി കർത്താവിന്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ഹ്രസ്വമായിട്ടാണ് മർക്കോസ് ഈ മരുഭൂമിയിലെ കർത്താവിന്റെ പരീക്ഷയെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പിശാച് കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതുമായി നമ്മൾ വായിക്കുന്നുണ്ട്. 3 പ്രലോഭനങ്ങളെ വളരെ ആധികാരികമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിജീവിക്കുന്നതായി മറ്റ് 2 സുവിശേഷങ്ങളിലും നാം വായിക്കുന്നു. എന്നാൽ ആ വിവരണങ്ങൾ മർക്കോസ് തന്റെ സുവിശേഷത്തിൽ ചേർത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ വിജനതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്ന പ്രതീതിയാണ് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷങ്ങളിലൂടെ നമുക്ക് പകർന്ന് തരുന്നത്. വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ദൈവാത്മാവാണ് കർത്താവിനെ മരുഭൂമിയിലേക്ക് ആനയിക്കുന്നത്. പ്രലോഭകന് ഇടപെടാനുള്ള അവസരം ഒരുക്കുന്നത് ദൈവാത്മാവാണ്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും മനുഷ്യാവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ചവനായ നമ്മുടെ കർത്താവ് സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ഈ പ്രലോഭനങ്ങളെ നേരിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പാണെന്ന് കൂടി നാം ചേർത്ത് വായിക്കണം. പഴയ നിയമത്തിലെ ഇയ്യോബിനെ പോലെ ദൈവഹിതപ്രകാരം നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ദൈവാത്മാവിൽ എതിരിടാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ആ പ്രലോഭനങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നവന് 7 ഇരട്ടിയായി അതിന് പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഈ സുവിശേഷ ഭാഗം നമുക്ക് ധ്വനി തരുന്നുണ്ട്. സത്യത്തിൽ പ്രലോഭനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മുമ്പിലാണ് പച്ചയായ മനുഷ്യന്റെ ദൈവീകത വെളിപ്പെട്ടു വരുന്നതെന്നുള്ള ഒരു വലിയ ആഴമായ സന്ദേശം ഈ വേദഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനം ആരംഭിക്കുമ്പോൾ പറയുന്നത്, 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വചനം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിനെ തുടർന്ന് പറയുന്നു, പരീക്ഷകളെ അവൻ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവർ പ്രാപിക്കുന്നു എന്നാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ അടിതെറ്റി വീഴുന്ന ആദി മാതാപിതാക്കളിലൂടെയാണ്
മനുഷ്യപാപത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യപുത്രനിലൂടെയാണ് രക്ഷാകരമായ ചരിത്രം പൂർണ്ണമാകുന്നതെന്നുകൂടി നമുക്ക് ഈ വേദഭാഗത്ത് ഓർത്തിരിക്കാൻ വകയുണ്ട്. പ്രലോഭനങ്ങളിൽ തളർന്നുപോയ, കാലിടറിപ്പോയ ആദിമാതാപിതാക്കൾ നന്മകളുടെ, അനുഗ്രഹങ്ങളുടെ പറുദീസയെ കേവലം ഒരു മരുഭൂമിയുടെ പ്രതീതിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ, പ്രലോഭനങ്ങളെ വിജയകരമായി അതിജീവിച്ച കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയെ ദൈവദൂതന്മാർ സംഗമിക്കുന്ന ഒരു പറുദീസയാക്കി രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് ആശ്ചര്യകരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. വേദഭാഗം മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിൽ പറുദീസയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒരു മരുഭൂമി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തൊട്ടു മുമ്പാണ് മരുഭൂമിയിലെ പരീക്ഷ നേരിടേണ്ടി വന്നത്. ഏതാണ്ട് 30 വർഷക്കാലം നസ്രേത്തിലെ തെരുവുകളിലൂടെ കടന്നുപോയ യേശു ക്രിസ്തുവിന് ഒരു പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നില്ല എന്ന് നമുക്ക് ഓർക്കാം. എന്നാൽ യോർദാൻ നദിയിൽ ആത്മാവിനാൽ നിറഞ്ഞ് അഗ്നിയിൽ സ്നാനപ്പെട്ടവൻ സ്വയം സുവിശേഷമായി നൽകാൻ ചിന്തിച്ച് ഉറച്ച് തീക്ഷ്ണമായി ഒരുങ്ങുമ്പോഴാണ് മരുഭൂമിയിലെ ഈ പരീക്ഷ നേരിടേണ്ടതായിട്ട് വരുന്നത്. പ്രലോഭനങ്ങളെ പ്രാർത്ഥനാപൂർവം അതിജീവിക്കുന്നതിന് ജീവിതത്തിന്റെ ഏത് മരുഭൂമിയിലും ദൈവദൂതന്മാരുടെ പരിപാലനയുണ്ടാകുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ ചിന്ത, മരുഭൂമി ഒരു പുതുജീവനത്തിന്റെ ഇടമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് ആനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ദൈവാത്മാവിനാൽ ആനയിക്കപ്പെടുന്നവൻ ഒരു നവസൃഷ്ടിയായി പരിവർത്തനപ്പെടുന്ന കാഴ്ചയാണ് സുവിശേഷ ഭാഗത്ത് നാം കണ്ടെത്തുന്നത്. പ്രലോഭകനെ അതിജീവിച്ചുള്ള മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളിൽ പ്രലോഭകനെ തകർക്കുന്നതിന് ഏറെ സഹായിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്താണ് പുതുജനമായി, പുതുക്കപ്പെട്ട സമൂഹമായി വാഗ്ദത്ത കനാലിൽ പ്രവേശിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. മരുഭൂമിയുടെ വിജനതയിൽ സീനായ് മലയുടെ ഉയരങ്ങളിൽ യഹോവയായ ദൈവവുമായി 40 ദിനരാത്രങ്ങൾ സംവദിച്ച ദീർഘദർശിയായ മോശ പ്രജ്വലിക്കുന്ന മുഖവുമായിട്ടാണ് അവൻ സീനായ് മലയുടെ അടിവാരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരാൽ മരുഭൂമിയിലൂടെ ആനയിക്കപ്പെട്ട ഏലിയാവ് ജ്വലിക്കുന്ന തീഷ്ണതയുള്ളവനായി പരിവർത്തനപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുകയാണ്. സത്യത്തിൽ പ്രലോഭനങ്ങളാകുന്ന വന്യ മൃഗങ്ങൾ വേട്ടയാടുന്ന മനുഷ്യ ജീവിതത്തിലെ മരുഭൂ അനുഭവങ്ങൾ നമ്മെ തന്നെ നവീകരിക്കുവാൻ നമുക്ക് സഹായകരമായി തീരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. മരുഭൂമി തീക്ഷ്ണമായ ദുരനുഭവങ്ങളുടെ ഇടമായി മാറാം. ജീവിതമാകുന്ന മരുഭൂമിയിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. പൊള്ളിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന മരുഭൂ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ത്രാണി നൽകുന്നതായി തീരണമെന്ന്
ഈ വചനഭാഗം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മൂന്നാമത്തെ ചിന്ത, മരുഭൂമി എന്ന് പറയുന്നത് ഏകാന്തതയുടെ ഇടമാണ്, നിശബ്ദതയുടെ ഇടമാണ്. 1 അധ്യായത്തിന്റെ 13 വാക്യം പറയുന്നു, യേശുക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ വിജനതയിൽ കഴിഞ്ഞു എന്നാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മരുഭൂമിയുടെ തീഷ്ണതയിലേക്കാണ് നമ്മുടെ കർത്താവ് ആനയിക്കപ്പെട്ടതെന്ന് വചനം സാക്ഷിക്കുന്നു. ഒരു പക്ഷെ അവിടെയാണ് ഏറ്റവും ഉദാത്തമായ ജീവിതാനുഭവങ്ങൾ യേശുക്രിസ്തുവിന് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥനയിലും ഉപവാസത്തിലും സ്വർഗത്തിലെ പിതാവാം ദൈവത്തോട് ഒന്നായി തീരുവാൻ അവന് ഈ മരുഭൂ അനുഭവങ്ങൾ ഏറെ സഹായകരമായി തീർന്നു. ദൈവവുമായി സംവദിക്കാനുള്ള ഉദാത്തമായ മാധ്യമം എന്ന് പറയുന്നത് ഏകാന്തതയാണ്, വിജനതയാണ്, നിശബ്ദതയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിശബ്ദതയുള്ളവരായി, ഏകാന്തത അനുഭവിക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാൻ സാധിക്കണം. അതിലൂടെയാണ് യഥാർത്ഥമായ ദൈവാനുഭവങ്ങളെ നമുക്ക് സാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിശബ്ദതയിൽ ഇടപെടുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരുന്ന് യഹോവ ആരെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നാണ്. നിശബ്ദതയിൽ ദൈവത്തെ സ്വീകരിക്കാൻ, ധ്യാനത്തിന്റെ ആത്മാവിൽ ദൈവികതയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന്, ലോകമോദങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന വഴിയോര കാഴ്ചകളിൽ നിന്ന് ജീവിതത്തിന്റെ മരുഭൂ അനുഭവങ്ങളിലേക്ക് പിൻവലിയുന്നത് ദൈവശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കുന്നതിന് നമുക്ക് സഹായകരമായി തീരുമെന്ന് വചനം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പറുദീസ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ക്രൈസ്തവ തീർത്ഥാടനത്തിൽ മരുഭൂ അനുഭവങ്ങൾ നമ്മെ തകർക്കുന്നതിനോ മരുഭൂമിയുടെ തീഷ്ണതകളിൽ നമ്മുടെ കാലിടറി തകർന്നു പോകുന്നതിനോ ഇടയാകരുതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മീയമായ തീർത്ഥാടനം പറുദീസായ ലക്ഷ്യം വെച്ച് ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരുഭൂ അനുഭവങ്ങൾ, അതും ക്രൂരജന്തുക്കളെ എതിരിട്ടുള്ള അവന്റെ അനുഭവങ്ങൾ, കാട്ടുമൃഗങ്ങളോട് എതിരിട്ടുള്ള അവന്റെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, ആകുലതകൾ, ദുരനുഭവങ്ങൾ, ആക്ഷേപങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, തകർച്ചകൾ എല്ലാം പറുദീസായുടെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും ദിവ്യമായ പ്രതീക്ഷയിലേക്കും നമ്മെ ആനയിക്കുന്നതായിരിക്കണം. മരുഭൂ അനുഭവങ്ങളിൽ തളർന്നു പോകാതെ അവിടെയാണ് ദൈവത്തെ കണ്ടെത്താൻ ഉദാത്തമായ ഇടമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സന്തോഷപൂർവ്വം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് ഈ കർത്തൃദിനത്തിൽ എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കർത്താവിനെ പോലെ നമുക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ പരിശുശ്രൂഷ അനുഗ്രഹകരമായി നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല പ്രഭാതവും ഏറെ ധന്യമായ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.